കൊൽക്കത്തയിൽ നിന്നും പുറത്തു വരുന്നത് ജനാധിപത്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി സ്വന്തം പാർട്ടി പ്രവർത്തകന്റെ കരണത്തടിക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാട്ടുതീ പോലെ പടരുന്നത്. അധികാരം നഷ്ടപ്പെട്ടതിന്റെ മാനസിക അസ്വാസ്ഥ്യമാണോ അതോ അഹങ്കാരമാണോ മമതയെ കൊണ്ട് പൊതുമധ്യത്തിൽ ഒരു തൊഴിലാളിയുടെ മുഖത്തടിപ്പിച്ചത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ബരായ്പൂരിൽ 11കാരി ക്രൂരമായ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് തൃണമൂൽ കോൺഗ്രസ് കൊൽക്കത്തയിൽ റാലി സംഘടിപ്പിച്ചത്. കൽക്കട്ട ഹൈക്കോടതിയുടെ അനുമതിയോടെ ബാലിഗഞ്ച് ഫാരിയിൽ നിന്ന് ഹാസ്ര ക്രോസിംഗിലേക്ക് നടത്തിയ മാർച്ച് പൂർണ്ണമായും അരാജകത്വത്തിലാണ് കലാശിച്ചത്. റാലിക്കിടെ BJP പ്രവർത്തകരുമായി വലിയ തോതിൽ സംഘർഷമുണ്ടാവുകയും കല്ലേറും മുട്ടയേറുമൊക്കെയായി കൊൽക്കത്ത വീണ്ടും ഒരു യുദ്ധക്കളമായി മാറുകയും ചെയ്തു. അക്രമത്തിൽ 41ഓളം DMC പ്രവർത്തകർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാനായി മമതാ ബാനർജിയുടെ കാളിക്കട്ടിലെ വസതിക്ക് മുന്നിൽ വാഹനങ്ങൾ ക്രമീകരിക്കുന്നതിനിടയിലാണ് ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത്. തന്റെ വസതിക്ക് മുന്നിലെ തിരക്ക് നിയന്ത്രിക്കാനും മമതയ്ക്ക് ചുറ്റുമൊരു സുരക്ഷാ വലയം തീർക്കാനും ആത്മാർത്ഥമായി ശ്രമിച്ച പാർട്ടി പ്രവർത്തകനാണ് മമതയുടെ ക്രൂരതയ്ക്ക് ഇരയായത്. പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ വഴി സുഗമമാക്കാൻ ആക്രോശിക്കുന്ന മമതാ ബാനർജി തൊട്ടു പിന്നിൽ നിന്ന പ്രവർത്തകന്റെ മുഖത്ത് ദാക്ഷിണ്യമില്ലാതെ അടിക്കുന്നത് വ്യക്തമായി കാണാം. ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിന് നടുവിൽ വെച്ച് സ്വന്തം നേതാവിൽ നിന്ന് ഇങ്ങനെയൊരു അപമാനം ആ പ്രവർത്തകൻ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. അടിക്കുക മാത്രമല്ല, മറ്റ് ചില പ്രവർത്തകരുടെ പുറത്ത് മമത ശക്തമായി തല്ലുന്നതും ദൃശ്യങ്ങളിലുണ്ട്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മമതയ്ക്കെതിരെ ഉയർന്നത്. പൊതു തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ ജനങ്ങൾ തൃണമൂലിനെ തൂത്തെറിഞ്ഞതോടെ മമതാ ബാനർജിയുടെ മാനസിക നില പൂർണ്ണമായും തെറ്റിയിരിക്കുകയാണെന്നും ജനവിധി അംഗീകരിക്കാൻ കഴിയാത്തതിന്റെ അസ്വസ്ഥതയാണ് അവർ സ്വന്തം അണികളോട് തീർക്കുന്നതെന്നുമാണ് കേന്ദ്ര സഹമന്ത്രി സുകാന്ത മജുംദാർ പറഞ്ഞത്. BJP ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് മമതയുടെ അഹങ്കാരത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. പൊതുമധ്യത്തിൽ സ്വന്തം പാർട്ടിക്കാരോട് ഇത്രയും മോശമായി പെരുമാറുന്ന മമതയുടെ ഭരണകാലത്ത് സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് വിലയാണ് നൽകിയിട്ടുണ്ടാവുക എന്നതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും തെറ്റ് സമ്മതിക്കാൻ തൃണമൂൽ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. മമത ആരെയും അടിച്ചിട്ടില്ലെന്നും അവിടെ ഉണ്ടായ വലിയ തിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് TMC നേതാക്കളുടെ വിചിത്രമായ വാദം. ക്യാമറയിൽ ഇത്രയും വ്യക്തമായി പതിഞ്ഞിട്ടും സത്യത്തെ മൂടിവെക്കാനുള്ള പാഴ്ശ്രമമാണ് പാർട്ടി നടത്തുന്നത്. താനിപ്പോഴും പണ്ടത്തെ പോലെ ഒരു തെരുവ് ഗുണ്ടയാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് മമതയുടെ പെരുമാറ്റമെന്ന് ജനങ്ങൾ വിമർശിക്കുന്നുണ്ട്. ക്രമസമാധാനം തകർന്ന് തരിപ്പണമായ ബംഗാളിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി റാലി നടത്തി ഒടുവിൽ സ്വന്തം അണിയുടെ കരണത്തടിച്ച് വാർത്തകളിൽ നിറയേണ്ടി വന്ന മമതയുടെ ഈ നടപടി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വലിയൊരു അപമാനമാണ്.